UGC നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ 6 ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് വെച്ചതായി വിവരം. പരീക്ഷയ്ക്ക് 48 മണിക്കൂർ മുൻപാണ് ചോദ്യപേപ്പർ ചോർന്നത്. ഡാർക്ക് വെബ് എൻക്രിപ്റ്റ് ചെയ്ത സമൂഹമാധ്യമങ്ങൾ വഴിയും ചോദ്യപേപ്പർ ചോർന്നതായി വിവരമുണ്ട്. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ CBI പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉറവിടം ചോർന്നത് എവിടെ നിന്ന് എന്നത് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ കോച്ചിംഗ് സെന്ററുകൾക്കുൾപ്പെടെ പങ്കുണ്ട് എന്ന നിഗമനത്തിലേക്കാണോ CBI എത്തിച്ചേർന്നിരിക്കുന്നത്? എന്തൊക്കെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ CBI പുറത്തുവിടുന്നുണ്ട്? അനുജ, തീർച്ചയായിട്ടും. കാരണം ഈ UGC സെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേട് അത് ഈ നാഷണൽ സൈബർ ക്രൈം ത്രെറ്റ് അനലിറ്റിക്സ് യൂണിറ്റ് ആണ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്, ഈ ചോദ്യപേപ്പർ ചോർച്ച നടന്നിട്ടുണ്ട് എന്നുള്ള സംശയം പ്രകടിപ്പിക്കുകയും തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം ആ പരീക്ഷ റദ്ദാക്കുകയും ചെയ്തത്. ഇന്നലെ ഇതിൽ CBI FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിലാണ് ഈ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ CBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് വിശദമായി പരിശോധിക്കുമ്പോൾ 45, അതായത് പരീക്ഷ നടക്കുന്നതിന് 48 മണിക്കൂർ മുൻപ് തന്നെ ചോദ്യപേപ്പർ ചോർന്നിരുന്നു. അത് ആവശ്യക്കാർക്ക് 6 ലക്ഷത്തിലധികം രൂപയ്ക്കാണ് വിറ്റതായും കൂടി CBI വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇതിനായി ഉപയോഗിച്ചത് ഈ ഡാർക്ക് വെബിലൂടെയും അതുപോലെ തന്നെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള സമൂഹ മാധ്യമങ്ങൾ വഴിയുമായിരുന്നു ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് എന്നടക്കമുള്ള വിശദാംശങ്ങളാണ് CBI വൃത്തങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും ചില കോച്ചിംഗ് സെന്ററുകൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ CBIയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പക്ഷേ ഇതിന് പിന്നിലെ ഉറവിടം, അതിലേക്കൊരു സ്ഥിരീകരണം ഇപ്പോൾ CBI നൽകുന്നില്ല. കാരണം വലിയ റാക്കറ്റുകൾ പ്രവർത്തിച്ചിരുന്നു എന്ന് CBI പറയുന്നുണ്ട്. പക്ഷേ അത് ആരിലേക്കാണ്, അല്ലെങ്കിൽ ആ റാക്കറ്റുകളിൽ പ്രവർത്തിക്കുന്നവർ സംബന്ധിച്ചുള്ള വിവരങ്ങൾ CBI ഈ ഘട്ടത്തിൽ നൽകുന്നില്ല. എന്തായാലും ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം രക്ഷിതാക്കൾ 30 ലക്ഷത്തിലധികം രൂപ ചില മാഫിയയ്ക്ക് ചോദ്യപേപ്പറിനായി കൈമാറിയെന്ന് കണ്ടെത്തിയിരുന്നു. അത് ഈ ചെക്കുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് നിലവിലിപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. കാരണം ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് വഴി മാഫിയയിലേക്ക് എത്തുവാനുള്ള ഒരു ശ്രമമാണ് അന്വേഷണ വിഭാഗം നടത്തുന്നത്. അതുപോലൊരു നീക്കങ്ങൾ ഒരുപക്ഷെ CBIയുടെ ഭാഗത്തും ഉണ്ടാവും. അതായത് ഈ 6 ലക്ഷം രൂപ ഏത് മീഡിയ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് കൈമാറിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും പ്രാഥമിക അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലാണ് ഇത്തരം വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 11 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ UGC സെറ്റ് പരീക്ഷയാണ് നെറ്റ് പരീക്ഷയാണ് ഒറ്റ രാത്രി കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രാലയം റദ്ദാക്കിയത്. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലും പരീക്ഷാ ക്രമക്കേടിന് പിന്നാലെയാണ് ഇപ്പോൾ നെറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ CBI പുറത്തുവിട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.